ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ മൂന്നാമത്തെ ആഴ്ചയിലെ ജയിൽ നോമിനേഷനാണ് വളരെ നാടകീയമായി നടക്കുകയും ഒടുവിൽ ലക്ഷ്മിപ്രിയ, ഡെയ്സി, ബ്ലെസ്ലി എന്നിവർ കൂടുതൽ പേർ നോമിനേറ്റ് ചെയ്തവരിൽ വരികയും ബിഗ് ബോസ് ഇവർ 3 പേർക്കും ഗാർഡൻ ഏരിയയിൽ ഒരു ടാസ്ക് നടത്തുകയും ചെയ്തു. വിജയിക്കുന്നവർ ജയിൽ നോമിനേഷനിൽ നിന്നും ഒഴിവാകും. ടാസ്ക് ഇതായിരുന്നു: ഗാർഡൻ ഏരിയയിൽ 3 റിങ്ങിനുള്ളിൽ ഇട്ടിരിക്കുന്ന ബോളുകൾ നിലത്ത് മലർന്നു കിടന്ന് കാലുകൾ കൊണ്ട് എടുത്ത് തിരിഞ്ഞു നോക്കാതെ പിന്നിൽ വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റിൽ ഇടുക. ടാസ്കിൽ ഡെയ്സിയും ബ്ലെസ്ലിയും വാശിയേറിയ മത്സരം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം. ലക്ഷ്മിപ്രിയ ടാസ്കുകൾ എന്തായാലും പരാജയം തന്നെയെന്ന് വീണ്ടും തെളിയിച്ചു എന്ന് പറയാം. എന്നാൽ ടാസ്ക് കഴിഞ്ഞപ്പോൾ ബ്ലെസ്ലിയും ഡെയ്സിയും സമാസമം വന്നതുകൊണ്ട് ഇവർക്ക് വേണ്ടി വീണ്ടും ടാസ്ക് നടത്തുകയും ബ്ലെസ്ലി വിജയിക്കുകയുമായിരുന്നു. അങ്ങനെ ജയിൽവാസത്തിൽ നിന്നും ഒഴിവാകുകയും ചെയ്തു. അങ്ങനെ ലക്ഷ്മിപ്രിയ, ഡെയ്സി എന്നിവർ ജയിലിലേക്ക്. ഈ 2 പേരും ഈ ആഴ്ചയിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഡെയ്സി എന്തായാലും അർഹതപ്പെട്ട കണ്ടസ്റ്റന്റ് എന്ന് തന്നെ പറയാം. ടാസ്കുകളിലാണെങ്കിൽ വലിയ തിളങ്ങാനും പറ്റിയില്ല. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ സാമാന്യം നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അടുത്തത് ലക്ഷ്മിപ്രിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെ അർഹതപ്പെട്ടത് എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഓഷ്യാനിക് മീഡിയയുടെ വ്യക്തിപരമായ അഭിപ്രായത്തിലും അർഹിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. വീക്ക്ലി ടാസ്കിൽ വിജയിച്ചവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നത് അല്ലാതെ കാര്യമായ പെർഫോമൻസ് ഒന്നും തന്നെ കാഴ്ചവെച്ചിട്ടില്ല. എന്തായാലും ബിഗ് ബോസ് അധികം താമസിക്കാതെ ജയിലിലേക്ക് അയച്ചവരെ മോചിപ്പിക്കുകയും ചെയ്തു. വിഷു പ്രമാണിച്ച് ജയിൽവാസികൾക്കുള്ള വിഷു ഓഫറാകാം എന്ന് നമുക്ക് കരുതാം.